സ്റ്റുഡൻസ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിലെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ എനർജി ലെവൽ ആൻഡ് ആൻ എനർജി ബാൻഡ്. എനർജി ലെവൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് എനർജിയെയാണ് എനർജി ലെവൽ എന്ന് പറയുന്നത്. ക്ലോസ്ലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസിന് ആവശ്യമായ റേഞ്ച് ഓഫ് എനർജി ലെവലിനെയാണ് എനർജി ബാൻഡ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് എനർജിയെ എനർജി ലെവലെന്നും ക്ലോസ്ലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസിന് ആവശ്യമായ റേഞ്ച് ഓഫ് എനർജി ലെവലിനെയാണ് എനർജി ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ലെവൽ അറ്റോമിക് ലെവലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എനർജി ബാൻഡ് മോളിക്കുലർ ലെവലിലുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിവ് ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ. അതായത് മാറ്ററിൻ്റെ വേവ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ഇക്വേഷനാണ് ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ. മാറ്ററിൻ്റെ വേവ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷനാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. അതായത് ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ, മാറ്റർ എന്ന് പറയുന്നത് അവിടെ ഇലക്ട്രോണാണ്, ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചറാണ് ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h/p. h is the Planck's constant, p is the momentum of the electron. മൊമെൻറ്റം പിയെ എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി എന്നും പറയാം. ഇനി അതിൻ്റെ ഡെറിവേഷനാണ്. എനർജിയുടെ ഇക്വേഷൻസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇ ഈസിക്കൽ ടു എച്ച് ന്യൂ എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇ ഈസിക്കൽ ടു എം സി സ്ക്വയറും പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ഫോട്ടോണാണ് ഇവിടുത്തെ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഫോട്ടോണിൻ്റെ മാസ് എമ്മും അതിൻ്റെ വെലോസിറ്റി ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്, അതായത് സി ആണ്. അപ്പോൾ ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് എഴുതാം, ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് എഴുതാം. ഈ രണ്ട് ഇക്വേഷൻസും എനർജിയുടെ ഇക്വേഷൻസാണ്. ഈ രണ്ട് ഇക്വേഷൻസും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അതായത് എം സി സ്ക്വയർ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് കിട്ടി. ഓക്കെ, എം സി സ്ക്വയർ ഈക്വൽ ടു എച്ച് ന്യൂ. ഈ എം സി സ്ക്വയറിനെ നമ്മൾ രണ്ടായിട്ട് എഴുതി. എം സി ഇൻറ്റു സി ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് എഴുതി. അതായത് സി സ്ക്വയറിനെ സി ഇൻറ്റു സി എന്ന് എഴുതി. ഈ എം സി മാസ് ഇൻറ്റു സി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് മൊമെൻറ്റം ആണ്, അതായത് പി ആണ്. അപ്പോൾ എം ഇൻറ്റു സിക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എം ഇൻറ്റു സിക്ക് പകരം പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ പി സി ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് കിട്ടി. ഇനി സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സി ഈക്വൽ ടു ന്യൂ ലാംഡ. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്. അപ്പോൾ പി സിക്ക് പകരം എങ്ങനെ എഴുതാം? പി ഇൻറ്റു ന്യൂ ലാംഡ ഈക്വൽ ടു എച്ച് ന്യൂ. രണ്ട് സൈഡിലെ ന്യൂ വെട്ടിക്കളഞ്ഞു. അപ്പോൾ പി ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടി. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു h/p. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വേവ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ മാറ്ററിൻ്റെ വേവ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്ത ഇക്വേഷനാണ്. ലാംഡ ഈസ് ഈക്വൽ ടു h/mv, അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/p. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്? വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. നോർമലി ഈ എനർജി ഗ്യാപ്പിൽ ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ് ദ എനർജി ലെവൽ ഇൻ വിച്ച് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ബൈ ഇലക്ട്രോൺ ഈക്വൽ ടു 0. അതായത് നോർമലി ഈ എനർജി ഗ്യാപ്പിൽ ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സിലിക്കണിൻ്റെ കേസിൽ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ 1.1 ഇലക്ട്രോൺ വോൾട്ടും, ജെർമേനിയത്തിന് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.78 ഇലക്ട്രോൺ വോൾട്ടുമാണ്. അപ്പോൾ സിലിക്കൺ 1.1 ഇലക്ട്രോൺ വോൾട്ട് എനർജി ബാൻഡ് ഗ്യാപ്പ്, ജെർമേനിയത്തിൻ്റെ കേസിൽ 0.78 ഇലക്ട്രോൺ വോൾട്ടാണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ സിലിക്കൺ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? എന്തുകൊണ്ടാണ് സിലിക്കൺ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതും ഈസി ആയിട്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെമി കണ്ടക്ടറാണ് സിലിക്കൺ. അപ്പോൾ സിലിക്കൺ ഈസ് അബൻഡൻറ്റ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈസിലി പ്യൂരിഫൈഡ്. അതുപോലെ സിലിക്കണിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 1.1 ഇലക്ട്രോൺ വോൾട്ടാണ്, അത് ജെർമേനിയത്തിനേക്കാൾ കൂടുതലാണ്. അതുപോലെ സിലിക്കണിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 0.7 വോൾട്ടാണ്,
അതായത് കുറേ കൂടെ സ്റ്റേബിളാണ് സിലിക്കൺ. അതുപോലെ സിലിക്കൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണിത്. സിലിക്കൻ്റെ ലീക്കേജ് കറണ്ട്, അതായത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് നാനോ റേഞ്ചിലാണ്. സിലിക്കൻ്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നാനോ റേഞ്ചിലാണ്. അത് വളരെ ജെർമേനിയത്തിന് മൈക്രോയിലാണ് റേഞ്ച്. അപ്പോൾ സിലിക്കൻ്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വളരെ ലോ ആണ്. അപ്പോൾ സിലിക്കൻ്റെ ബാൻഡ് ഗ്യാപ്പ് വളരെ വൈഡാണ്. 1.1 ഇലക്ട്രോൺ വോൾട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ സിലിക്കണിന് ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സിലിക്കൻ്റെ ഓക്സൈഡുകൾ വളരെ സ്റ്റേബിളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും 2-3 പോയിൻ്റ് ഓർത്ത് വെക്കുക. സിലിക്കൺ വളരെ അബണ്ടൻ്റ് ആണ്. സിലിക്കൻ്റെ ഓക്സൈഡുകൾ വളരെ സ്റ്റേബിളാണ്. സിലിക്കണിനെ ഈസി ആയിട്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. വൈഡായിട്ടുള്ള ഒരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ട് സിലിക്കണിന്. 1.1 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സിലിക്കൻ്റെ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 ആണ്, അതായത് സ്റ്റേബിളാണ്. അതുപോലെ സിലിക്കൻ്റെ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് വളരെ ലോ ആണ്, അതായത് നാനോ റേഞ്ചിലേ വരത്തുള്ളൂ, നാനോ ആംബിയർ റേഞ്ചിലേ ഉള്ളൂ. ജെർമേനിയത്തിൽ മൈക്രോ ആംബിയർ റേഞ്ചിലാണ്. അപ്പോൾ സിലിക്കൺ അബണ്ടൻ്റ് ഇൻ നേച്ചർ ആൻഡ് ഈസിലി പ്യൂരിഫൈഡ്. സിലിക്കൻ്റെ ഓക്സൈഡ്സുകൾ സ്റ്റേബിളാണ്. സിലിക്കണിന് വൈഡ് ബാൻഡ് ഗ്യാപ്പാണുള്ളത്. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സിലിക്കണിൻ്റെ റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത് നാനോ റേഞ്ചിലാണ്, ജെർമേനിയത്തിൽ മൈക്രോ റേഞ്ചിലാണ്. അതുപോലെ സിലിക്കണിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 ആയതാണ്. ജെർമേനിയത്തിൽ 0.25 അല്ല 0.3. അതുകൊണ്ട് സിലിക്കൺ വളരെ സ്റ്റേബിളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും 2-3 പോയിൻറ്റ്സ് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ എഫക്റ്റീവ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ? എന്താണ് എഫക്റ്റീവ് മാസും നോർമൽ മാസും തമ്മിലുള്ള വ്യത്യാസം? നമ്മളൊരു ക്രിസ്റ്റലിനകത്ത് ഉള്ള ഇലക്ട്രോൺസിൽ നമ്മളൊരു നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ഈ ഇലക്ട്രോൺസ് വളരെ ഹൈ ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യും, പല റേറ്റിൽ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു ക്രിസ്റ്റലിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ മാസ് എന്ന് പറയുന്നത് വാക്വത്തിലുള്ള ഇലക്ട്രോണിൻ്റെ മാസിനേക്കാൾ വ്യത്യാസമായിരിക്കും. ആ ഓൾട്ടേർഡ് മാസിനെയാണ് നമ്മൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രിസ്റ്റലിനകത്തുള്ള ഇലക്ട്രോൺസിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ആ ഇലക്ട്രോൺസ് ഒരു ഡിഫറെൻറ്റ് റേറ്റിലാണ് ആക്സലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പരസ്പരം കൊളൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലായിരിക്കും. ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലായിരിക്കും. പക്ഷേ ഈ ഇലക്ട്രോണിന് ഔട്ട്സൈഡിലുള്ള മാസിനേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കും ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ ക്രിസ്റ്റലിന്. ആ മാസിനെയാണ് നമ്മൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഇൻസൈഡ് ദ ക്രിസ്റ്റൽ വിൽ ഹാവ് എ ഡിഫറെൻറ്റ് മാസ് ദാൻ ദാറ്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ വാക്വം. ആ ആൾട്ടേർഡ് മാസിനെയാണ് നമ്മൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്രിസ്റ്റലിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ദ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ പീരിയോഡിക് പൊട്ടൻഷ്യൽ ഓഫ് എ ക്രിസ്റ്റൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഫ്രീ ഇലക്ട്രോൺ മാസ്. അതായത് വാക്വത്തിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ മാസിനേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കും ഒരു ക്രിസ്റ്റലിലുള്ള പീരിയോഡിക് പൊട്ടൻഷ്യലിലുള്ള മാസ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ക്രിസ്റ്റലിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ മാസ് വാക്വത്തിലുള്ള ഇലക്ട്രോണിൻ്റെ മാസിനേക്കാൾ ഓൾട്ടേർഡ് ആയിരിക്കും. ആ ഓൾട്ടേർഡ് ആയിട്ടുള്ള മാസിനെയാണ് നമ്മൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിപ്ലീഷൻ വോൾട്ട് ഓഫ് ജെർമേനിയം PN ജംഗ്ഷൻ ഡയോഡ്? അതായത് റൂം ടെമ്പറേച്ചറിൽ വോൾട്ടേജ് അക്രോസ് ദ ഡിപ്ലീഷൻ ലെയർ ഫോർ സിലിക്കൺ എന്ന് പറയുന്നത് 0.6 or 0.7 വോൾട്ടാണ്. പക്ഷേ ജെർമേനിയത്തിന് ഇറ്റ്സ് 0.3 to 0.35. 0.3 എന്ന് എഴുതിയാൽ മതിയോ? സിലിക്കണിൻ്റെ കേസിൽ 0.6 to 0.7, ജെർമേനിയം 0.3 to 0.35 വോൾട്ട്. ദിസ് ഈസ് ദ ഡിപ്ലീഷൻ വോൾട്ടേജ് ഓഫ് ജെർമേനിയം PN ജംഗ്ഷൻ ഡയോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഡോപ്പിംഗ്? വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു എക്സ്ട്രീംലി പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് അതിനകത്ത് നമ്മൾ സർട്ടൺ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രീംലി പ്യുവർ സെമി കണ്ടക്ടർ, അതായത് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയോ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ ആ സെമി കണ്ടക്ടർ P ടൈപ്പ് സെമി കണ്ടക്ടർ ആവുകയും ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ അത് N ടൈപ്പ് സെമി കണ്ടക്ടർ ആവുകയും ചെയ്യും. അപ്പോൾ ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അതിനകത്ത് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്
പി ടൈപ്പ് സെമി കണ്ടക്ടറും പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൊബിലിറ്റി ഓഫ് എ കാരിയർ ഇൻ എ സെമി കണ്ടക്ടർ. ഒരു സെമി കണ്ടക്ടറിലെ കാരിയറിൻ്റെ മൊബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ കാരിയറിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലുണ്ടാകുന്ന ഗെയിൻ, അതിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ കാരിയറിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലുണ്ടാകുന്ന ഗെയിനെയാണ് മൊബിലിറ്റി. അപ്പോൾ മൊബിലിറ്റി ഓഫ് എ ചാർജ് കാരിയർ ഇൻ എ സെമി കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഗെയിൻ ബൈ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഗെയിൻ ചെയ്യുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പം മ്യൂ എൻ, ഇലക്ട്രോണിൻ്റെ കേസായാണ് മ്യൂ എൻ എന്ന് എഴുതിയിരിക്കുന്നത്. മ്യൂ എൻ ഈക്വൽ ടു വി എൻ ബൈ ഇ. വി എൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇ എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. മ്യൂ എൻ ഈസ് ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. മ്യൂ എൻ ഈസ് ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഇൻ വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് LED? LED പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഫോട്ടോ സെൻസിറ്റീവായിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്, അലുമിനിയം ഗാലിയം ആഴ്സനൈഡ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം ഫോസ്ഫൈഡ്, ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്, ഈ മെറ്റീരിയൽസാണ് നമ്മൾ LED പ്രിപ്പറേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ 2 ട്രാൻസിസ്റ്റർ അനലോഗി ഓഫ് SCR ആണ്. 2 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് SCR എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? അപ്പോൾ SCR ഒരു 4 ലെയർ PN ഡിവൈസാണ്. ആനോഡ്, കാഥോഡ്, ഗേറ്റ്, ഇതാണ് ടെർമിനൽസ്. ആനോഡ്, കാഥോഡ്, ഗേറ്റ്. അപ്പോൾ ഇതിനകത്തൊരു PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസിസ്റ്ററും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. PNP ട്രാൻസിസ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, PNP ട്രാൻസിസ്റ്ററിൻ്റെ P ആണ് അവിടുത്തെ ആനോഡ്, NPN ട്രാൻസിസ്റ്ററിൻ്റെ N ആണ് നെഗറ്റീവ്, കാഥോഡ്. ഇത് കണക്ട് ചെയ്തിരിക്കുന്നതൊക്കെ എന്നൂടി ഷോർട്ട് ആയിട്ടുണ്ട്. പിയും കൂടെ ഷോർട്ട് ചെയ്ത് നമ്മൾ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? ഗേറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഡയഗ്രാമായിട്ട് നോക്കി, ആദ്യത്തെ ട്രാൻസിസ്റ്റർ PNP ട്രാൻസിസ്റ്റർ, ആരോ ഉള്ളിലേക്കാണ്. അപ്പോൾ ഇതെന്ത് ട്രാൻസിസ്റ്റർ? PNP ട്രാൻസിസ്റ്റർ. അതിൻ്റെ ബേസ് എടുത്ത് NPN ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ കൊടുത്തു. കണ്ടോ, ബേസ് വന്ന് NPNൻ്റെ കളക്ടറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ PNP ട്രാൻസിസ്റ്ററിൻ്റെ P ആണ് ഇവിടുത്തെ ആനോഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. P ആനോഡായിട്ട് എടുത്തു. ഓക്കെ, ഇനി ദണ്ട് N, ഇത് N എടുത്ത് ദണ്ട് NPNൻ്റെ എന്നിലേക്ക് കൊടുത്തു. ഇത് NPNൻ്റെ N ആണ്. അപ്പോൾ അതായത് ബേസ് എടുത്ത് NPNൻ്റെ കളക്ടറിലേക്ക് കൊടുത്തു. NPNൻ്റെ ബേസ് എടുത്ത് PNPയുടെ കളക്ടറിലേക്കും കൊടുത്തു. ഇനി ഇതിൻ്റെ എമിറ്ററാണ് ഇവിടുത്തെ കാഥോഡ്. ഇതാണ് ഇവിടുത്തെ കാഥോഡ്. ഈ രീതിയിലാണ് ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. നോക്കി, ഇത് നോക്കി, ഒരു PNP ട്രാൻസിസ്റ്റർ ആദ്യം വരയ്ക്കുക. അപ്പോൾ ഇനി NPN ട്രാൻസിസ്റ്റർ വരയ്ക്കുക. ഈ എന്നും ഒരുമിച്ച് വരത്തക്ക വിധത്തിൽ വരണം. പിയും കൂടെ ഷോർട്ട് ചെയ്ത് നമ്മൾ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ആനോഡ്, ഇത് കാഥോഡ്. ഇനി ആദ്യം ഈ PNP ആദ്യം നമ്മൾ വരച്ചിടുക, പിന്നീട് NPN വരച്ചിടുക. ആദ്യം PNP വരച്ചിടുക, NPN വരച്ചിടുക. PNPയുടെ P ആനോഡായിട്ട് കൊടുത്തു. അതുകൊണ്ട് ഈ N എടുത്ത് ഇതിൻ്റെ എന്നിലേക്ക്, അതായത് ബേസ് എടുത്ത് കളക്ടറിലേക്ക്, ഇവിടുത്തെ ബേസും ഇവിടുത്തെ കളക്ടറിലേക്ക് കൊടുത്തു. അതുകൊണ്ട് എമിറ്റർ, അതായത് N ഇവിടുത്തെ കാഥോഡ്. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ SCRൻ്റെ 2 ട്രാൻസിസ്റ്റർ അനലോഗി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് കഴിഞ്ഞ വർഷത്തെ പാർട്ട് A ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ?